മറ്റൊരു വിഷയം സംസ്ഥാനത്ത് നിന്നും ആശങ്കയായി മഴ മുന്നറിയിപ്പുകൾ. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. മുൻകരുതലിന്റെ ഭാഗമായി ഈ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. മറ്റ് 12 ജില്ലകളിലും യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ സൂര്യ ഗായത്രി നൽകും. സൂര്യ, വെയിലൊക്കെ തെളിഞ്ഞിരുന്നു പലപ്പോഴും, പക്ഷേ മഴ മാറിയിട്ടില്ല, ശക്തമായ മഴ വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും അതോടൊപ്പം നിൽക്കുകയാണ്. എങ്ങനെയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ? സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതേ തുടർന്ന് ഇന്ന് 2 ജില്ലകൾക്കാണ് തീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുകയാണ്. മറ്റ് എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. ഇന്ന് 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നലെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. തെക്കൻ കേരള തീരത്തിന് മുകളിലായിട്ടും അതുപോലെ തന്നെ തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിലായിട്ടും ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഫലമായിട്ട് ഈ ആഴ്ച വലിയ രീതിയിലുള്ള ഒരു മഴ സംസ്ഥാനത്ത് പ്രതീക്ഷിക്കാമെന്നതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ നാളെയും 3 ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുകയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് തുടങ്ങിയ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടും നാളെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അടുത്ത 2 ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പൊതുജനം പാലിക്കണം, മുൻകരുതലുകളൊക്കെ തന്നെ എടുക്കണം എന്നതാണ് കാലാവസ്ഥാ വകുപ്പ് പങ്കുവയ്ക്കുന്ന ഒരു പ്രത്യേക നിർദ്ദേശം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തുടർച്ചയായിട്ട് മഴ പെയ്ത മേഖലകൾ, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മാറി താമസിക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനത്തേക്ക് ആളുകൾ മാറി താമസിക്കണം എന്നൊരു നിർദ്ദേശം കൂടി കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തീരദേശവാസികൾക്കും അത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉയർന്ന തിരമാല ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, മോശം കാലാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ പരിഗണിച്ച് കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മത്സ്യത്തൊഴിലാളികൾ കടലിനുള്ളിൽ പോകരുത് എന്ന കർശന നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു മഴ ഈ ഒരു ആഴ്ച പ്രതീക്ഷിക്കാമെന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമാകുന്നത്. ശരി, സൂര്യ ഗായത്രി.